ഹായ് എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ അടുത്തൊരു വീക്കെൻഡ് ആയിട്ടുണ്ട്. ഈ വീക്കെൻഡ് ഫ്രാൻസിലാണ്. ഏറെക്കുറെ 45 hours റെസ്റ്റ് എനിക്ക് കിട്ടും. ഞാൻ ബെൽജിയത്തിലെ പോർട്ടിൽ നിന്ന് എടുത്ത ലോഡാണ് ഇത്. തിങ്കളാഴ്ച കൊണ്ടുപോയിട്ട് കസ്റ്റംസ് ക്ലിയർ ചെയ്തിട്ട് വേണം FM ലോജിക്കിൽ കൊണ്ടുപോയിട്ട് അൺലോഡ് ചെയ്യാൻ. ഇതുണ്ടോ, ഞാൻ നിൽക്കുന്നത് ഒരു പാർക്കിങ്ങിലാണ്. ഈ പാർക്കിങ്ങൊക്കെ ഏറെക്കുറെ ഫില്ലായിട്ടുണ്ട്. അനുഭവിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ചില സമയത്ത് ഫുഡ് വെക്കാൻ സമയം കിട്ടുന്നില്ല എന്നാണ്. അതിന് ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിതേപോലെ റെസ്റ്റ് കിട്ടുന്ന സമയത്ത് മാക്സിമം കറികൾ ഉണ്ടാക്കി വെക്കും. കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയിൽ പിന്നെ നമുക്ക് ചോറും അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ജസ്റ്റ് ചൂടാക്കിയിട്ട് കഴിച്ചാൽ മതി. ചോറൊക്കെ നമുക്ക് ലൈവായിട്ട് വെക്കാവുന്നേ ഉള്ളൂ. കുക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ ചോറായി. അപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ 2 കൂട്ടം തോരൻ ഉണ്ടാക്കി വെക്കും. അതുപോലെ കൂണിനെ കൊണ്ടൊരു സലാഡ് ഉണ്ടാക്കും. പിന്നെ മത്തനോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കറി വെക്കും. പിന്നെ ഒരു മീൻ കറിയും ഒരു ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ ട്രക്ക് ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. നമുക്ക് ഒരാഴ്ചത്തേക്ക് വലിയ ടെൻഷനില്ലാണ്ട് ഫുഡ് കഴിച്ചു പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ കുക്കിങ്ങിൻ്റെ ഒരു അംഗം ഞാൻ ഏറെക്കുറെ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള സാധനം സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കലാണ് സാധാരണ പതിവ്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം പുറത്ത് തന്നെ വെച്ചാൽ മതി, കേടാവത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് റെഡിയാക്കിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മീൻകറി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂണും ബ്രോക്കോളിയും ഇതൊക്കെ ഇട്ടിട്ട് ഒരു അവിയൽ പരുവത്തിൽ ഒരു സാധനം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ചിക്കൻ കറിയാണ്. അതുപോലെ വഴുതനങ്ങയുടെ തോരനും പിന്നെ ഗ്രീൻ പീസും നമ്മുടെ എന്താ പറയുക ക്യാരറ്റും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു തോരൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് സ്പെഷ്യൽ ഈ ആഴ്ചത്തെ. മത്തൻ പായസമാണ്. മത്തൻ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ പായസം സെറ്റാക്കാമെന്ന്. ഇതിൻ്റെ ചേരുവകളൊക്കെ രസമാണ്. പശുമ്പാലൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നന്നായിട്ട് തോന്നി. അത്ര ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ചോറ് ലൈവായിട്ട് വെക്കാം എന്തെങ്കിലും. പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ചൂടാക്കി ഇതിൻ്റെ കൂടെ കഴിച്ചാൽ സെറ്റാണ്. അത്രയൊക്കെ തന്നെ. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരിക്കട്ടെ.